നമസ്കാരം. ലാലൂർ ദേവസ്ഥാനം എന്നാണ് ഞാൻ പറയാൻ വന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയം ചോദിച്ചു, എന്താണ് ഈ ചൈതന്യം? താങ്കൾ ഇടയ്ക്ക് ചൈതന്യം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ ഇവിടുത്തെ ലാലൂർ ദേവസ്ഥാനത്തിന്റെ ചൈതന്യത്തിനെ കുറിച്ച് പറയാം. പലർക്കും ചൈതന്യം പല രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടുത്തെ ചൈതന്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊരു ദക്ഷിണ വാങ്ങിക്കുന്നില്ല. സാധനങ്ങൾക്ക് ഉള്ള പൈസ മാത്രം, പൂജയ്ക്കുള്ള സാധനങ്ങൾക്കുള്ള പൈസ മാത്രം വാങ്ങിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ലാഭം എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിലാണ് ഈ ഒരു ഇങ്ങനെ ഒരു ചൈതന്യത്തിനെ കുറിച്ച് പറയേണ്ടി വന്നത്. ഇപ്പൊ പറഞ്ഞു വന്നപ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചൈതന്യം എന്ന് പറയണത് നമ്മള് ശരീരം നിലനിർത്താൻ, ജീവൻ നിലനിർത്താനും നമുക്ക് ആരോഗ്യം ഉണ്ടാവാനും നമുക്ക് നാളെ എഴുന്നേറ്റ് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ശരീരം ഭക്ഷണം കഴിക്കണം അല്ലേ? ആ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഭക്ഷണങ്ങൾ, ഇറച്ചിയും മീനും അതുപോലെ തന്നെ മട്ടനും ചിക്കനും മാക്സിമം അങ്ങോട്ട് അടിച്ചു കയറ്റി നമ്മുടെ ശരീരം ഇങ്ങനെ വീർപ്പിച്ച് ആ ഒരു ആരോഗ്യത്തിന് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ അതിന് കിട്ടുന്നതാണ് നമുക്ക് ജീവൻ. ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കിട്ടുന്നതാണ് ജീവൻ. ആ ജീവനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ചൈതന്യം. നമുക്ക് ജീവൻ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമുക്ക് എന്ത് വേണം? സന്തോഷം വേണം, സൗഭാഗ്യം വേണം, സമ്പാദ്യം വേണം, സമ്പത്ത് വേണം, സന്തോഷം, സമാധാനം, ഇതൊക്കെ വേണം. കുറെ സാകൾ വേണം. ആ സാകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ചൈതന്യം. ആ ചൈതന്യം ലഭിക്കാനായിട്ട് ഞാനൊക്കെ ഈ ഒരു, നിങ്ങളും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്. അപ്പൊ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത് ഈ ഭഗവാനെ ജപത്തിലൂടെ ഉപാസകനായിട്ട് ജപിച്ചുകൊണ്ട്, ജപത്തിലൂടെ സ്വാമിയിലേക്ക് അടുത്ത് അങ്ങനെ ചൈതന്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചൈതന്യം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മാത്രം പോരാ, സ്വാമിക്ക് നൈവേദ്യം അർപ്പിക്കണം. അപ്പൊ എന്നെ കൊണ്ട് പൂർണ്ണമായിട്ടും നൈവേദ്യങ്ങൾ, നിത്യം ചെയ്യുന്ന നൈവേദ്യങ്ങൾ അർപ്പിക്കണതിനൊക്കെ കരുതുന്നുണ്ട്. സ്വാമിക്ക് ആവശ്യം കള്ളും മദ്യം വേണം, കള്ള് വേണം, കരിക്ക് വേണം, മുറുക്കാൻ വേണം, ചിക്കൻ വേണം, അങ്ങനെ കോഴി വേണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ കർമ്മങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, അവർക്ക് നൈവേദ്യം അർപ്പിക്കുമ്പോൾ അവർക്ക് അതിന് കർമ്മപ്രാപ്തിയും വരും. എനിക്ക് എന്ത് കിട്ടും? സ്വാമിയിലേക്ക് നിത്യം നൈവേദ്യങ്ങൾ അടയ്ക്കുമ്പോൾ ചൈതന്യം വർദ്ധിക്കും. ആ ചൈതന്യമാണ് നിങ്ങൾ എവിടെയോ എടുക്കുന്ന നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ കാണാതെ പോലും പറയാൻ പറ്റുന്നതും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിച്ച് തരാനും പറ്റുന്നത്. അതായത് വിശ്വാസം ഉള്ളവർക്ക് കേട്ടോ, അല്ലാത്തവരുടെ കാര്യമല്ല പറയണ. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഇവിടെ ലാലൂർ ദേവസ്ഥാനത്ത് വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് പറയണത്. അവർക്ക് വേണ്ടതായിട്ട് അതിനെന്ത് വേണം? ചൈതന്യം വേണം. ആ ചൈതന്യം ജപത്തിലൂടെയും നിവേദ്യങ്ങൾ അർപ്പിച്ചും നിത്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്ത് നിത്യവും പൂജയും ജപങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നതാണ് ചൈതന്യം. അതായത് നിങ്ങൾ ഇറച്ചിമീനും തിന്ന് ചൈതന്യം ഉണ്ടാക്കണം.